നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇന്ന് സ്മാർട്ട് ഫോണുകൾ. എന്നാൽ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം കൈവിരലുകളുടെ ഷേപ്പിൽ മാറ്റം വരുത്തുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഐഫോൺ ഫിംഗർ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം നമ്മുടെ വിരലുകളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടിക്ടോക്കിൽ ഷെയർ ചെയ്ത TJ ഷോയുടെ മാർച്ച് മാസത്തിലെ എപ്പിസോഡിലാണ് ഐഫോൺ ഫിംഗർ പ്രതിഭാസത്തെപ്പറ്റി വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. സ്മാർട്ട് ഫോണുകളുടെ ഭാരം നമ്മുടെ ചെറുവിരലുകൾ താങ്ങുന്നു എന്നും ഇത് വിരലുകളുടെ ആകൃതിയിൽ വ്യത്യാസമുണ്ടാക്കുന്നു എന്നുമാണ് ഷോയിൽ ചിലർ അഭിപ്രായപ്പെട്ടത്. ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റായ ആൻഡ്രൂ ബ്രാക്കൻ ഈ പ്രതിഭാസത്തെപ്പറ്റി വിശദമായ വിശകലനം നടത്തിയിരുന്നു. ഐഫോൺ ഫിംഗർ എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഔദ്യോഗികമായി ഈ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സ്മാർട്ട് ഫോൺ ഉപയോഗം മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നിവ അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം കാരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം വ്യക്തികളുടെ ആരോഗ്യത്തിൽ സാരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നും ബ്രാക്കൻ പറയുന്നു. ഇടവേളകളില്ലാത്ത സ്മാർട്ട് ഫോൺ ഉപയോഗം കൈക്കും വിരലുകൾക്കും മരവിപ്പും വേദനയും ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരന്തരമായ സ്മാർട്ട് ഫോൺ ഉപയോഗം സന്ധികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ പീറ്റർ ഇവാൻസ് പറഞ്ഞു. ദി ന്യൂയോർക്ക് പോസ്റ്റിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ക്ലിനോഡാക്ടിലി പോലുള്ള ജനിതക പ്രശ്നങ്ങളെപ്പറ്റിയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചെറുവിരലിൻ്റെ അറ്റം മോതിരവിരലിനോട് അടുത്ത് വളഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇത്. എന്നാൽ ഇവയ്ക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗവുമായി നേരിട്ട് ബന്ധമില്ലെന്നും വിദഗ്ധർ പറഞ്ഞു. അതേസമയം ഐഫോൺ ഫിംഗർ പ്രതിഭാസത്തെ ചെറുക്കാൻ ചില വഴികൾ നിർദ്ദേശിച്ച വിദഗ്ധർ രംഗത്തെത്തുകയും ചെയ്തു. ചെറുവിരലിന് മേലുള്ള ഭാരം കുറയ്ക്കാൻ പോപ്പ് സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ചിലർ പറയുന്നു. ഒപ്പം ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഇതിനൊരു മികച്ച പരിഹാരമെന്ന് മറ്റു ചിലർ നിർദ്ദേശിച്ചു.